അമ്മേ ശരണം. കൊട്ടുശ്ശേരിൽ അമ്മേ ശരണം. ഇന്ന് മണ്ഡലച്ചെറുപ്പ് സമാപന ദിവസമാണ്. 41-ാം ദിവസത്തെ മണ്ഡലച്ചെറുപ്പാണ് നടക്കുന്നത്. ഇന്ന് കോട്ടുശ്ശേരി ശ്രീ ഭദ്രാദേവിയുടെ സന്നിധിയിലാണ് ഇന്നത്തെ പാദസേവ ചെയ്യുന്നത്. ഉള്ളന്നൂര് കുടികൊള്ളുന്ന ശ്രീ ഭദ്രയാണ്. മഹാശക്തിവതിയായ അമ്മയുടെ പാദസേവയാണ് 41-ാം ദിവസം എനിക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം, പതേ ശരണം. അമ്മേ ശരണം, കോട്ടുശ്ശേരി അമ്മേ ശരണം. നിവേദ്യമെല്ലാം റെഡിയായി കഴിഞ്ഞു. വിശേഷാൽ നിവേദ്യങ്ങളാണ്. നിവേദ്യം എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അവരുടെ മഹാ അന്നദാനത്തിന്റെ പുറപ്പാടാണ്. ഇവിടെ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം അപ്പൂപ്പന്റെ അടുത്ത് കൊട്ടുശ്ശേരിലെ അപ്പൂപ്പന്റെ സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മഹാശക്തിയാണ് നടക്കാൻ പോകുന്നത്. ധാരാളം സ്ഥല സൗകര്യമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് കൊട്ടുശ്ശേരി. ഉപദേവതകളായിട്ട് ഇവിടെ ആരും തന്നെയില്ല. ഉപദേവതകൾ ആരും തന്നെയില്ല. അപ്പുറത്തെ കാവുണ്ട്. അത് നല്ല ഭംഗിയോട് കൂടിയൊരു കാവാണ്. ഇത് മനോഹരമായിട്ടുള്ള കാവാണ്. ഉണ്ടല്ലേ? കാവിലെ പൂജ വർഷത്തിലൊരിക്കലേ നടക്കത്തുള്ളൂ. തിരുവുത്സവം പ്രമാണിച്ചാണ് കാവിലെ പൂജ നടക്കുന്നത്. ഇവിടെ തിരുവുത്സവം മാർച്ചിലാണ്. അതിമനോഹരമായിട്ട് കൊട്ടുശ്ശേരിൽ അവിടെ കുടികൊള്ളുന്ന യോഗീശ്വരനാണ്. യോഗീശ്വരനോട്ട് അമ്മയെ നോക്കിയിരിക്കുകയാണ്. ഭാഗവത പാരായണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. പറക്കെഴുന്നള്ളാൻ പോകുന്നതാണ് അമ്മ. പറക്കെഴുന്നള്ള ഇന്ന് ഏതാനും ഭവനങ്ങളിൽ നിന്ന് ഭവന സന്ദർശനം നടത്തുന്ന അമ്മ. അത് പ്രത്യേക ആളാണ്. തൻ്റെ എഴുന്നള്ളിക്കുന്ന പ്രത്യേകം ആൾക്കാരാണ്. എല്ലാവർക്കും കോട്ടുശ്ശേരിയിൽ ഭഗവതിയുടെ ഭദ്രയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ മേൽശാന്തിയാണ്. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ തിരുമേനി. പന്തളത്തുകാരനാണ്. എല്ലാവർക്കും നല്ലത്.